ഹലോ ഗായ്സ്. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് വീണ്ടും വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വ്ലോഗുമായിട്ടാണ്. അന്തർ സൂപ്പർ മാർക്കറ്റ് വ്ലോഗ് യുനോ. അപ്പം ഞാൻ കിച്ചണിൻ്റെ ഉള്ളത് അവിടെ എൻ്റെ റൂംമേറ്റ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അരി, ചിക്കൻ. ഇതെന്താ ഒരു ചിക്കൻ്റെ കാൽ പീസ് മാത്രമാണ് കേട്ടോ. കാലല്ലല്ലോ ഇത്, ചിറകിൻ്റെ പീസ്. ചിക്കൻ ചിറക്. പാലി നമ്പർ 1. കുറച്ചധികം യൂസ് ചെയ്യാൻ ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. അപ്പോൾ വീണ്ടും വീണ്ടും വാങ്ങാനുണ്ടാകുമ്പോൾ എനിക്ക് പ്രാന്ത് വരും. അപ്പോൾ ഞാൻ മേടിക്കുമ്പോൾ ഒന്നാമത് മേടിച്ച കൂട്ടാം. ഇതാണ് റോസൻ കോൾ എന്ന് വെച്ചാൽ ക്യാബേജിന്റെ വർഗത്തിൽ പെടുന്ന ഒരു സാധനമാണ്. ഒരു കുട്ടി കുട്ടി ക്യാബേജ് പറയാൻ കണ്ടോ, ക്യാബേജ് കുട്ടിയായിട്ടുള്ള ഒരു സാധനം. ഇവരെ ഇവിടെ ഒമലിട്ടിട്ട് ഇങ്ങനെ മുരിച്ച് കുളാക്കിയിട്ടൊക്കെ കഴിക്കുന്നത് കാണാം. നമ്മുടെ ആൾക്കാർ ഉപ്പിരിക്കൊക്കെ തോന്നുന്നു. ഞാൻ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. നോർമൽ ഇത് നല്ല വില ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല, നല്ല വില കുറവിൽ കണ്ടേ, അപ്പം മേടിച്ചതാ. ഓവലിൽ ഫ്രൈ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ എൻ്റെ റൂംമേറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അവൾ എനിക്ക് ഒരു നാളെ ടേസ്റ്റ് ആക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മുട്ടക്ക് ഇല കൂടി റൈസ് എന്നാണ് പറഞ്ഞപ്പോ ഞാൻ ഒരു 200 ആണല്ലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ 2.49 എച്ചാ 250 രൂപ. എന്തോളം മേടിച്ചെന്ന് വെച്ചാല് ചില സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ മടിയുള്ള സമയത്തും സമയമില്ലാത്ത സമയത്തൊക്കെ ഇതൊന്നൊരു പുഴുങ്ങും, എന്നിട്ട് കഴിക്കും. പിന്നെ ഇത് കുറച്ച് വയറ്റിൽ കനത്തിൽ കിടക്കണോ കൊണ്ടും കൂടെ ആയതുകൊണ്ട് ഐ പ്രിഫർ ബൈ എഗ്സ്. ഞാൻ എപ്പോഴും ബേസിക് ആയിട്ട് ഇടുന്നതാണ് സാധനങ്ങളാണ് മുട്ട, പാല്, പിന്നെ ട്യൂണ ഫിഷ്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത നമുക്ക് തട്ടിക്കൂട്ടിട്ട് പെട്ടെന്ന് ഫുഡാക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് ഇതൊക്കെ. തട്ടിക്കൂട്ട് ആക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. ക്യാൻഡി ടൈപ്പ് ഓഫ് ബ്രെഡ്. ഒന്നാമത്തേത് ബ്രൂച്ചിൻ. എൻ്റെ റൂമിലേക്ക് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും ഈ റൂപത് സാധനങ്ങളുടെ പേര് വർഷം കഴിക്കും. അവൾക്കറിയില്ല ഞാനിത് ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ. പുള്ളിക്കാരിക്ക് ചെല്ലുണ്ട്. ഇപ്പൊ പുള്ളിക്കാരി പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ചപ്പിന്റെ മൂട് പോകുക, അല്ലെങ്കിൽ മടിച്ച്. അതാ നമ്മുടെ ബ്രെഡ് ഇട്ടാ. പക്ഷെ പ്രോട്ടീൻ ബ്രെഡാണ്. 17% പ്രോട്ടീനൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടാ പറച്ചോൺക്കാരെ. പക്ഷെ കണ്ടിട്ടൊക്കെ അങ്ങനൊക്കെ പോകുമ്പോ പമ്പോ കുറെ സാധനങ്ങളൊക്കെ ഇനി കാണാനുണ്ട്. നാളത്തെ നീലല്ലായിരുന്നോ, ഇപ്പൊ ഇത്തിരി കഴിഞ്ഞ വയലറ്റ് നല്ല ഡ്രസ്സില്ലേ കളറൊക്കെ കണ്ടോ. ഫണ്ണാണ് ഇവിടുത്തെ ഗ്രോസറി ഷോപ്പിംഗ്. ദെൻ ബട്ടർ, അത്ര ഉള്ളു കഴിച്ചെന്ന്. രണ്ടാ സാധനത്തിലൊക്കെ കൂടി ഇപ്പൊ എത്രയാണ്? 20 യൂറോ, വിച്ച് ഇസ് നാട്ടിലെ 2000 രൂപ. ഞാനിപ്പോഴും ഇവിടെ വന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞെങ്കിൽ കൂടിയും ഞാൻ സ്റ്റിൽ സാധനം മേടിക്കുമ്പോൾ ഇന്ത്യൻ മണി ആലേക്കും. സാധാരണ ഇവിടെ വന്ന ആൾക്കാർ പറയും നമ്മൾ ഇവിടുത്തെ ആലേക്കും, അതൊന്നും വലിയ പ്രൈസ് അല്ല. പക്ഷെ ഞാനിപ്പോഴും ഇന്ത്യൻ മണിയിൽ ആലേക്കും. ആൻഡ് യാ